அப்போ உங்களுக்கு ஒரு பேங்க்லயும் அக்கௌண்ட் இல்லையா? இல்லை, 6 மாசமாக அவருக்கே உடம்பு முடியலைங்க. வேலைக்கும் போகலை. மருந்து வாங்க கூட காசு இல்லைங்க. அப்புறம் எங்கங்க அக்கௌண்ட்டெல்லாம்? இந்த ஆதார் கார்டு உங்களுக்கு தானே? ஆமாங்க. இதை வேற எங்கேயாவது கொடுத்துருக்கீங்களா? 1 வருஷத்துக்கு முன்னாடியே ஒரு கம்பெனியில் ஆதார் கார்டு கொடுத்தாதான் வேலைக்கு சேர்த்துக்குவோன்னு சொன்னாங்கங்க. அங்கே தாங்க கொடுத்தோம். நீங்கள் எங்கே வேலை செஞ்சீங்க? பக்கத்தில் ஒரு கம்பெனியில் கூட்டி பெருக்கிற வேலை தாங்க பார்த்தோம். பசங்களுக்கு வச்சுங்க. இல்லை வேணாங்க. பரவாயில்ல, வச்சுக்கோங்க. Jerry, what are you implying? മാം, ഇറ്റ്സ് എ ഹ്യൂജ് സ്കാം. നമ്മുടെ ബാങ്കിലെ RBIക്ക് ഇൻറ്റിമേഷൻ കൊടുക്കാത്ത ലോങ് ടേം ഇനാക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട്സിൽ നിന്ന് ഏകദേശം 60 കോടിയോളം രൂപയാണ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. പല സമയത്തായി പലരുടെയും പാസ് കീ ഉപയോഗിച്ച്. What? യെസ് മാം, ടാക്സ് ലാബിലില്ലാത്ത ചെറിയ ചെറിയ എമൗണ്ട്സായി 100 കണക്കിന് അക്കൗണ്ട്സിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചില അക്കൗണ്ട്സ് നമ്മുടെ ബാങ്കിലുണ്ട്. ഞാൻ പലരെയും പോയി കണ്ടു മാം. എല്ലാം സാധാരണക്കാരാണ്. ഇവർക്ക് ആർക്കും അറിയില്ല ഇവരുടെ പേരിൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെന്ന്. പിന്നെ അല്ലേ ക്യാഷ് വന്ന കാര്യം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്തു. എല്ലാ അക്കൗണ്ട്സും ഓൺലൈനായി ഓപ്പൺ ചെയ്ത് വെരിഫിക്കേഷൻ ബൈപ്പാസ് ചെയ്താണ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബാങ്കിനുള്ളിലുള്ളവരുടെ ഹെൽപ്പും അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം. മാഡം, ഇതിലെ ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ട്രാൻസ്ഫർ ചെയ്ത എല്ലാ അക്കൗണ്ട്സിൽ നിന്നും അതേ ദിവസം തന്നെ ഫുൾ എമൗണ്ട് ക്യാഷായി വിഡ്രോ ചെയ്തിട്ടുണ്ട്. What has this guy got to do with all of this? വെട്രിവേൽ ഷൺമുഖ സുന്ദരം. ഈ നഗരത്തിൽ നടക്കുന്ന പല വൻ ഡീലുകൾക്ക് പിന്നിലും ഇന്ന് ഈ പേര് കേൾക്കുന്നുണ്ട് മാം. സ്റ്റേറ്റിൽ നടക്കുന്ന പല മെയിൻ ബിസിനസ്സുകളും വെട്രിവേൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ പേരിലാണ്. ഞാൻ റാൻഡമായി ചെക്ക് ചെയ്ത അക്കൗണ്ട് ഹോൾഡേഴ്സ് തമ്മിൽ ഒരേ ഒരു കണക്ഷനേ ഉള്ളൂ. ഇവരെല്ലാവരും വെട്രിവേലിൻ്റെ ഏതെങ്കിലും സ്ഥാപനത്തിലെ ലോ ഗ്രേഡ് വർക്കേഴ്സ് ആയിരുന്നു. ആധാർ ഉൾപ്പെടെയുള്ള പല ഡോക്യുമെൻസും അവർ വാങ്ങി വെച്ചിട്ടുമുണ്ട്. കേട്ടിടത്തോളം he is a born criminal, a psycho. Let's forward this to the police ASAP. Let me consult the legal team immediately. മാം, എനിക്കൊരു 2 ദിവസത്തെ സമയം തരണം. ഈ വെട്രിവേൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ ഒന്നിൻ്റെ മേജർ അക്കൗണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ബാങ്കിലാണ്. കമ്പനി എങ്ങാനും കൊളാപ്സ് ആയ ബാങ്ക് ക്രൈസിസിലാവും. അതെനിക്കൊന്ന് വാൺ ചെയ്യണം പ്ലീസ്. Kaveri? காவேரி, ஃபண்ட் ட்ரான்ஸ்ஃபர் ஆகிறதுக்கு முன்னாடி ஆட்டோ நோட்டிஃபிகேஷன்ஸ் ஆஃப் பண்ணணும் சொன்னல. How did this happen? Sorry sir, it was an unfortunate technical error. What's his name again? Jerry Matthew. இதில் வேற என்ன இப்போ டவுட்ஸ் இருக்கு? அந்த மார்க்கெட்டிங் அதுக்கு ஸ்டேட்மெண்ட் பார்க்கணும். ஆமாம், அது மட்டும் உங்கள் எண்ட்லேருந்து ஷார்ட் பண்ணணும். வர மேடம். ஓகே, லெட்ஸ். ഇന്ദു, ഇന്ന് എനിക്ക് അർജൻറ്റായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഓക്കെ. ഹലോ, ആ KLT ചിട്ടിയുടെ ഫയൽ എവിടെയാ? ആ പിന്നെ മറ്റേ ശ്രീലങ്കൻ കമ്പനിയുടെ PDF ഏത് ഫോൾഡറിലാണ്? ഇന്ദു പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇന്ദു,
ആ ഫോൾഡറിൽ എല്ലാ ഡോക്യുമെന്റ്സ് ഇല്ലല്ലോ. എന്നാടാ വെച്ചേ? ജോസേട്ടായി ഇതവിടെ. ഞാനിവിടെ ഒരു ഏടാകൂടത്തിൽ നിൽക്കുക. എന്നാ കാര്യം പറ. ജോസേട്ടായി, എനിക്ക് ഇന്ദുവിനെ ഒന്ന് കാണണം. കുറച്ച് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നാ കാര്യം പറ. ശരി, ജോസേട്ടായി വന്നാൽ ചിലപ്പോൾ ഇന്ദു എന്നോട് സംസാരിക്കുമായിരിക്കും. നീ നേരെ ഫ്ലാറ്റിലോട്ട് വിട്ടു. ഞാനിതൊന്ന് തീർത്തിട്ട് വരാം. എന്നിട്ട് രാത്രി നമുക്ക് ഒരുമിച്ച് പോവാം. എന്നാ? ശരിയേട്ടായി, ശരി, ഓക്കെ. ലേറ്റ് ആവല്ലേ? ഇല്ലടാ. വാതിൽ തുറന്ന് വെച്ച് വെച്ച് നടക്കാൻ പോരുന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മച്ചിക്ക് മനസ്സിലാകത്തില്ല. இந்த பெல்லாவுக்கு பழி வாங்காம போனதா சரித்திரமே கிடையாது. ആ, നീ പണി വാങ്ങിക്കൊണ്ട് പോകത്തേ ഉള്ളൂ. പക്ഷെ ഇപ്പം എനിക്ക് അതിനൊന്നും നേരമില്ല. വേഗം സ്ഥലം കാലിയാക്കിയേ. ഇടാവേ, ഇന്ന് വേഗം നിൽക്കേ. നീ വേറെ പണിയുണ്ട്. നിനക്ക് അടിക്കണതിന് ഒരു ചിന്ന കണ്ടീഷൻ. ഈ ഫ്ലാറ്റ് എൻ്റെ അല്ല, ആൻഡ്രൂ സാർ എനിക്ക് തൽക്കാലത്തേക്ക് തന്നിട്ടുള്ള. ഈ കാണുന്ന ഫർണിച്ചർ മുഴുവൻ നല്ല വില കൂടിയതാണ്. ഇതിലേതിലെങ്കിലും ഒരു പൊട്ടു വീണ നിന്റെ തല ഞാൻ തല്ലി പൊട്ടിക്കും. അതിന് ഓക്കെയാണേ വാ. சண்டையே இன்னும் ஆரம்பிக்கல, அதுக்குள்ள எங்கடா போறேன்? இந்த மாதிரி கண்டிஷன்ஸ்லாம் ஃபைட் பண்ண முடியாது. இல்லடா, நான் ரிசைன் பண்ணிக்கிறேன். என்ன விடுங்க. അയ്യോ, അതാവേ പൊട്ടിച്ചു. എടാ, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഒന്ന് തല്ലി പൊട്ടിക്കരുത്. നീ കേട്ടാ? ആരടിച്ചാലും നിന്റെ തല തല്ലി പൊട്ടിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അറിയപ്പെടാലോ കുറെ ഗുണ്ടകൾ അറിയിക്കുന്നു. ഏല എവിടെ കണ്ടുപോരും. இன்னொரு சான்ஸ் கொடுங்க, நான் கரெக்டாக பண்ணிடுவேன். ആ, അമ്മച്ചി വന്നായിരുന്നു. എന്നതാടാ ഇത്? ഇതൊക്കെ ആരാണ് ജോസായി? ഇതേ നമ്മുടെ ആൻഡ്രൂ സാറിന്റെ ആളുകളാണ്. ഈ ടൈൽസ് മറ്റൊന്ന് പറഞ്ഞായിരുന്നേ, അതിന്റെ അളവെടുക്കാൻ വന്നതാ. അളവെടുത്തെടുത്തെടുത്തൻ്റെ ഇവിടെ തട്ടി വീണ് ആ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് ഞാൻ വഴക്ക് പറഞ്ഞു വെച്ചിരിക്കുമ്പോഴാണ് അമ്മച്ചു വന്നത്. ഇത് മാനേരാ. അമ്മാവാ? അമ്മാവനും അമ്മായിയൊന്നും അല്ല, അവൻ എൻ്റെ ഒറ്റ മോനാ. ഞാൻ അവൻ്റെ പെറ്റമ്മയും. இதுக்கு நிறைய இது ஒன்றும் போதுமில்ல. എന്നതാടാ ഇവൻ ചൊല്ലിയിട്ട് പോലെ? അതിനിപ്പോ ഒരു ദിവസം കൂടെ വരേണ്ടി വരുമെന്ന് പറയായിരുന്നു. ഓക്കെ, ശരി എന്നാ. അമ്മച്ചേ, കാപ്പി എടുത്ത് ഞാൻ കുളിച്ചിട്ട് വരാം. എടാ ജോസായി, ജെറി എന്തിയടാ? അവനെ കൂട്ടി നേരത്തെ കയറിയായിരുന്നല്ലോ. എന്നിട്ട് അവനങ്ങോട്ട് പോയി. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. എന്നാടാ ഇവിടെ വന്നേ.